ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അവർ അഗാധമായി ചിന്തിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, അതിനാൽ നീ പരിശുദ്ധനാണ്, നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ ഇതിൻ്റെ തഫ്സീറിൽ പറയുന്നത്, ഒരാൾ അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ അതിൻ്റെ നതീജ, അതിൻ്റെ അനന്തരഫലം എന്നത് അയാൾ നരകത്തെ ഭയപ്പെടുകയും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അയാൾ കാഴ്ചവെക്കുകയും ചെയ്യും. എന്നാൽ ഒരാൾ ഹറാമുകൾ ചെയ്യുന്നു, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളൊന്നും അയാൾ അനുഷ്ഠിക്കുന്നുമില്ല, എന്നാൽ അയാളുടെ നാവിൽ എപ്പോഴും സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും കണ്ടാൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ഈ ദിക്റുകളൊക്കെ അയാളുടെ നാവിലുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് സ്വാധീനം ചെലുത്തുന്നില്ലെങ്കിൽ അത് ശരിയായ ദിക്റല്ല. യഥാർത്ഥ ദിക്ർ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും നാവിലൂടെ പുറത്തു വരികയും ശരീരാവയവങ്ങളിൽ പ്രകടമാവുകയും ചെയ്യുന്നതിനാണ് യഥാർത്ഥ ദിക്ർ എന്ന് പറയുന്നത്.